ഇതായിരുന്നു വായിച്ചു. മെഡ്രാസിലെക്കാരെ ആരെ ഏൽപ്പിച്ചു? സ്റ്റീഫനെ. ആ മീരയോട് വല്ലതും ചോദിക്കണം. വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, ആ കുട്ടിയുടെ ചിന്താഗതിയും നിലപാടും ഒക്കെ വളരെ അപക്വമാണ്. എന്നാലും ഒരു പരിധിവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? അവള് ഗബ്രിയലിനെ കോടതി കയറ്റിയതുകൊണ്ടല്ലേ അമ്മാള് നമ്മളെ വിളിപ്പിച്ചത്. അത് നന്നായില്ലേ? അതെ അതെ, നാളെ ഞാൻ ആ കുട്ടിയെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മള് നാളെ രാവിലെ 10 മണിക്ക്. 10-10:30 പോവാ. യെസ്. ദിന്നാദിന്നാദരികിട തക്കും തളാങ്ക് തകതിമി തളാങ്ക് ദിന്നാദിന്നാദരികിട തക്കും തളാങ്ക് തകതിമി തളാങ്ക് കിടതരികിട കിടതരികിട തരികിട മീരടിക്കണ. ഫാന്റാസ്റ്റിക്. നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ആണല്ലോ. അപ്പൊ മീര എന്റെ തന്നെ അല്ല, മീര എന്റേത് മാത്രമാണ്. തമാശ പറയല്ലേ. മീരയെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട കാര്യമായത്. മീരയെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കളകണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ ഇരിക്കുന്ന കിന്നൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിന് മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഈ ഉടുപ്പെങ്കിലേ അത് ഊരി വെച്ചാ മതി. കിണ്ണ, ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഇവിടെ പൂരാനും പോകുന്നില്ല. കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ണനും കിട്ടാനും പോകുന്നില്ല.